ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടി ഇംഗ്ലീഷ് സീരീസിന്റെ 4ാം ഭാഗത്തിലേക്കാണ്. ഓക്കെ, കഴിഞ്ഞ 3 സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം. കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കാണണം. നമ്മൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്. 2-3 വാക്കുകൾ ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കുന്ന ചില സെന്റൻസസ്, ഫ്രേസസിനെയൊക്കെയാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കുട്ടി ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കുറേ പേര് എന്നോട് പറഞ്ഞു അത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, ഡെയിലി ലൈഫിലൊക്കെ ചെറിയ സെന്റൻസസ് ആയതുകൊണ്ട് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ആ സീരീസ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ ബുക്കും പേനയും ഒക്കെ റെഡിയാക്കി വെച്ചോ, എഴുതാനായിട്ട് തുടങ്ങിക്കോ. ഒപ്പം എൻ്റെ ഒപ്പം പ്രാക്ടീസും ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെന്റൻസിലേക്ക് പോവാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഇത് ശരിയല്ല എന്ന് നമ്മൾ പറയും അല്ലേ, ഇതൊന്നും ശരിയല്ല എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചില കാണുമ്പോൾ നമ്മൾ പറയും ഇതൊന്നും ശരിയല്ല എന്ന് പറയും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു തെറ്റ് കാണുമ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കണം, ദാറ്റ്സ് നോട്ട് ഫെയർ. എങ്ങനെ പറയാം? ദാറ്റ്സ് നോട്ട് ഫെയർ, ഇത് ശരിയല്ല, ദാറ്റ്സ് നോട്ട് ഫെയർ. ഇത് ഫണ്ണി ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയും, ദാറ്റ്സ് നോട്ട് ഫെയർ മാൻ, അത് ശരിയല്ല കേട്ടാ എന്നൊക്കെ പറയും. ഈ 2 രീതിയിൽ നമുക്ക് അതിനെ പറയാം. ഓക്കെ, ദാറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, എന്താണ് ദാറ്റ്സ് നോട്ട് ഫെയർ? എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ദാറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 2ാമത്തെ സെന്റൻസിലേക്ക് കിടക്കാം. ഞാനത് അറിഞ്ഞിരുന്നില്ല. ഓക്കെ, നമ്മുടെ 2ാമത്തെ സെന്റൻസ് ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ, ഞാനത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയും. ഓക്കെ, ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരനോട് കല്യാണം ആവാറായോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും അവൻ പറയണേ, 2 മാസം മുമ്പ് എൻ്റെ കല്യാണം തീർന്നായിരുന്നല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാനത് അറിഞ്ഞില്ലായിരുന്നു കേട്ടാ എന്ന് പറയും. പല രീതിയിൽ നമ്മൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഞാനത് അറിഞ്ഞിരുന്നില്ല എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, ഞാനത് അറിഞ്ഞിരുന്നില്ല, ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, ഇങ്ങനെ പറയാം, ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു, ഐ നെവർ ന്യൂ ദാറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയാത്തൊരു കാര്യം ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ പറയുമ്പോൾ ആശ്ചര്യത്തോടെ ഇംഗ്ലീഷ് പറഞ്ഞേക്കണം. എങ്ങനെ? ഐ നെവർ ന്യൂ ദാറ്റ്. 3ാമത്തെ സെന്റൻസ് ആണ്, എനിക്ക് നിങ്ങനെ കേൾക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് നിന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പറയും ഇല്ലേ, മക്കളോടൊക്കെ ചിലപ്പോൾ ഉറക്കെ വായിച്ചു പഠിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ അവന്മാരിങ്ങനെ ശബ്ദമൊക്കെ കുറച്ച് ഇങ്ങനെ വായിക്കും. നമ്മൾ പറയും, എനിക്ക് നിന്നെ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വലിയ ബഹളത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കണില്ലെങ്കിൽ നമ്മൾ ഒപ്പം പറയും, എനിക്ക് നിന്നെ കേൾക്കാൻ പറ്റണില്ല, എനിക്ക് നിന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ കാൺ ഹിയർ യു. ഓക്കെ, എങ്ങനെ പറയാം? ഐ കാൺട്ട് ഹിയർ യു. ഐ കനോട്ട് ഹിയർ യു എന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. എങ്ങനെ? ഐ കാൺ ഹിയർ യു. ഓക്കെ, ഐ കാൺട്ട് ഹിയർ യു. ഓക്കെ, അപ്പോൾ ഐ കനോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കാൺട്ട് എന്ന് പറയാ. ഐ കാൺട്ട് ഹിയർ യു. റൈറ്റ്. 4ാമത്തെ സെന്റൻസ് ആണ്, എനിക്കിനി വാക്കുകളില്ല, എനിക്ക് വാക്കുകളില്ല. ഓക്കെ, ചില നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ചില ആളുകളൊക്കെ പെർഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത ചില അവസ്ഥകളിൽ, ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, എനിക്കിനൊന്നും പറയാനില്ല എന്ന് പറയും. എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? ഐ എം സ്പീച്ച്ലെസ്. ഐ എം സ്പീച്ച്ലെസ്. ഓക്കെ, അപ്പം എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, എനിക്ക് വാക്കുകളില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഐ എം സ്പീച്ച്ലെസ്. ഐ എം സ്പീച്ച്ലെസ്. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം തുടങ്ങി മക്കളുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വേദന കൊണ്ടൊക്കെ ചില സമയങ്ങൾ പറയും, എനിക്കിനി പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയുന്നിടത്താണ് നമ്മൾ പറയുക എങ്ങനെ? ഐ എം സ്പീച്ച്ലെസ്. ഐ എം സ്പീച്ച്ലെസ്. 5ാമത്തേതാണ്, ഞാൻ മറന്നുപോയി. ഞാൻ മറന്നുപോയി. ഓക്കെ, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞാൻ മറന്നുപോയി എന്നുള്ളത് അല്ലേ. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു തവണയെങ്കിലും ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന ഒരു കാര്യം പറയേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഐ ഫൊഗോട്ട്. എന്താ പറയാ? ഐ ഫൊഗോട്ട്. ഞാൻ മറന്നുപോയി. എങ്ങനെ പറയാ? ഐ ഫൊഗോട്ട്. ഓക്കെ, ഐ ഫൊഗോട്ട്. 6ാമത്തെ സെന്റൻസിലേക്ക് കിടക്കുക. ഒന്നുകൂടി ഒന്ന് ചിന്തിക്കും. ഓക്കെ, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലരുടെ തലയിലേക്ക് ഇത് കയറില്ല. അപ്പൊ നമ്മൾ പറയും, ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക എന്ന് പറയും ഇല്ലേ, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷ് പറയാം? തിങ്ക് അഗൈൻ. ഓക്കെ, എങ്ങനെ പറയാം? തിങ്ക് അഗൈൻ. ഓക്കെ, തിങ്ക് അഗൈൻ. ഓക്കെ, എങ്ങനെ പറയാ? തിങ്ക് അഗൈൻ. 7ാമതാണ്, അത് കാര്യാക്കണ്ട. ഓക്കെ, ഇപ്പൊ ചിലതൊക്കെ മറന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് അരിശം കയറുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറയും അത് കാര്യാക്കണ്ട. ഓക്കെ, അത് കാര്യാക്കണ്ട. ചിലപ്പോൾ ചില വഴക്കുകളൊക്കെ കയറുമ്പോൾ, വഴക്കൊക്കെ കൂടി കഴിയുമ്പോൾ നമ്മൾ പറയും
അത് കാര്യമാക്കേണ്ടതേ, വിട്ട് കളയുന്നേ എന്നൊക്കെ പറയില്ല. ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയും നെവർ മൈൻഡ്. ഓക്കെ, അത് കാര്യമാക്കണ്ട, നെവർ മൈൻഡ്, അതൊരു ഇഷ്യൂ ആക്കണ്ട, അതൊരു വിഷയമാക്കണ്ട, അതൊരു കാര്യമാക്കണ്ട എന്ന് പറയാണ്. എങ്ങനെ? നെവർ മൈൻഡ്. ഓക്കെ, എങ്ങനെയാണ്? നെവർ മൈൻഡ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു വരാതിരിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു എന്നൊക്കെ പറയും, ഇല്ലേ? ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ എക്സ്പെക്റ്റഡ് മോർ. ഓക്കെ, ഐ എക്സ്പെക്റ്റഡ് മോർ. ഇപ്പം നമ്മൾ ചില വർക്കുകളൊക്കെ ചില ആളുകളോട് പറഞ്ഞു, അവർ ആ വർക്ക് അത്രയും ചെയ്യാണ്ട് വരുമ്പോൾ നമ്മൾ പറയും ഐ എക്സ്പെക്റ്റഡ് മോർ, ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. അത് നമ്മുടെ മക്കൾ മാർക്കൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയും ഐ എക്സ്പെക്റ്റഡ് മോർ. ഓക്കെ, ഞാൻ കുറേ കൂടി കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. അമ്മ ഫുഡ് ഐസ്ക്രീം ഒക്കെ തരുമ്പോൾ വളരെ കുറച്ച് മാത്രം തരുമ്പോൾ നമ്മൾ പറയും ഐ എക്സ്പെക്റ്റഡ് മോർ. ഓക്കെ, കുറച്ചുകൂടി കൂടുതൽ പ്രതീക്ഷിച്ചായിരുന്നു, ഇത്രയൊക്കെ ഉള്ളല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും. ഓൾറൈറ്റ്, ഐ എക്സ്പെക്റ്റഡ് മോർ. ഇപ്പൊ നിർത്തിക്കൊള്ളണം, ഇപ്പൊ നിർത്തിക്കൊള്ളണം എന്ന് നമ്മൾ പറയും, ഇല്ലേ? ചിലപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പറയുന്ന സമയത്തായിരിക്കും ടി വി ഒക്കെ കണ്ടിട്ട് നമ്മുടെ അണ്ണന്മാരൊക്കെ ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ മക്കളൊക്കെ ഇരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പറയാത്ത പണി ചില ആളുകൾക്ക് പറയും, നമ്മൾ പറയും ഇപ്പൊ നിർത്തിക്കൊള്ളണം എന്ന് പറയും. ഇപ്പൊ നിർത്തിക്കൊള്ളണം എന്ന് എങ്ങനെ പറയാം? സ്റ്റോപ്പ് ദാറ്റ് നൗ. ഓക്കെ, സ്റ്റോപ്പ് ദാറ്റ് നൗ. ഓക്കെ, ഇപ്പൊ നിർത്തിക്കൊള്ളണം. എങ്ങനെ പറയാം? സ്റ്റോപ്പ് ദാറ്റ് നൗ. ഓക്കെ, കുറച്ച് കടുപ്പിച്ച് പറയണം. എങ്ങനെ? സ്റ്റോപ്പ് ദാറ്റ് നൗ, ഇപ്പൊ നിർത്തിക്കൊള്ളണം. 10ാമത്തേതാണ്, അത് മനോഹരമായിരിക്കണം, അടിപൊളിയായിരിക്കണം. ഓക്കെ, ഇതുപോലത്തെ കുറെ സെന്റൻസ് നമ്മുടെ മുന്നത്തെ കുട്ടി ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസസ് ആണെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മക്കളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പടമൊക്കെ വരച്ചിട്ടൊക്കെ വരുമ്പോൾ, നല്ലൊരു കാര്യം ചെയ്തിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അടിപൊളി, സൂപ്പർ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയും. അതിന് പ്രയോഗിക്കാവുന്ന മറ്റൊരു എക്സ്പ്രഷനാണ്, മറ്റൊരു യൂസേജ് ആണ് ദാറ്റ്സ് പ്രിറ്റി കൂൾ. എങ്ങനെയാണ്? ദാറ്റ്സ് പ്രിറ്റി കൂൾ. ഓക്കെ, ദാറ്റ്സ് പ്രിറ്റി കൂൾ. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വരുമ്പോൾ, വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി വരുമ്പോൾ, നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് നിങ്ങളുടെ ഭാര്യ ഭർത്താവൊക്കെ വരുമ്പോൾ, മക്കളൊക്കെ വരുമ്പോൾ, നല്ല കാർട്ടൊക്കെ വരച്ചിട്ട് വരുമ്പോൾ പറയണം ദാറ്റ്സ് പ്രിറ്റി കൂൾ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, എങ്ങനെ പറയാം? ദാറ്റ്സ് പ്രിറ്റി കൂൾ. 11ാമത്തെ സെന്റൻസ് ആണ്, അത് ഭയങ്കര മോശമായിരുന്നു. നമ്മൾ സ്ഥിരം ഈ സിനിമകളുടെ റിവ്യൂസ് കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു, സെക്കൻഡ് ഹാഫ് പോയി, ഫസ്റ്റ് ഹാഫ് അലമ്പിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാം. അത് ഭയങ്കര മോശമായിരുന്നു. ഓക്കെ, അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ദാറ്റ് വാസ് ടെറിബിൾ. ദാറ്റ് വാസ് ടെറിബിൾ. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? ദാറ്റ് വാസ് ടെറിബിൾ. ഭയങ്കര മോശമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ദാറ്റ് വാസ് ടെറിബിൾ. ഓക്കെ, ഇതും പറഞ്ഞ് സിനിമയുടെ ഒക്കെ റിവ്യൂസ് കൊടുക്കുന്നവർ ഞാൻ ഈ സെന്റൻസ് പറഞ്ഞൊന്നും പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിലും ചെന്ന് ദാറ്റ് വാസ് ടെറിബിൾ എന്നൊന്നും പറഞ്ഞേക്കരുത്. നേരത്തെ പറഞ്ഞ നല്ല കാര്യം പറഞ്ഞേക്കണം, ദാറ്റ് വാസ് പ്രിറ്റി കൂൾ എന്ന് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ മോശമായിരുന്നു അല്ലെങ്കിൽ അത് കൊള്ളില്ലായിരുന്നു എന്ന് പറയുന്നതാണ് എങ്ങനെ? ദാറ്റ് വാസ് ടെറിബിൾ. നമ്മുടെ അടുത്ത സെന്റൻസ് ആണ്, അത് വേറെ ആയിരുന്നു. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ചോദിക്കും എടാ ഇത് നീ പറഞ്ഞ സാധനമല്ലേ? പറയും അതല്ലടാ, അത് വേറെ ആയിരുന്നു, അത് വേറെ ആയിരുന്നു എന്ന് പറയില്ലേ, അത് വേറെ ആയിരുന്നു. എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ദാറ്റ് വാസ് ഡിഫറെന്റ്. ഓക്കെ, എന്ന് പറയാം ദാറ്റ് വാസ് ഡിഫറെന്റ്. അപ്പൊ അത് വേറെ ആയിരുന്നു എങ്ങനെ പറയാം? ദാറ്റ് വാസ് ഡിഫറെന്റ്. ഓക്കെ, ദാറ്റ് വാസ് ഡിഫറെന്റ്. അടുത്തതാണ് ഗിവ് മീ എ ബ്രേക്ക്. ഓക്കെ, ഗിവ് മീ എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ഒരു ബ്രേക്ക് തായോ എന്ന് പറയാനാണെന്ന്. ഓക്കെ, ഇതൊരു ബ്രേക്ക് എടുക്കലാണ്, ഇതൊരു ഇഡിയമാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക നമ്മൾ ഒരാൾ ഒത്തിരി കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ, ഒത്തിരി നമ്മളെ ശകാരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും ഇതിനൊക്കെ എനിക്കൊരു ബ്രേക്ക് താ, എനിക്കൊരു ബ്രേക്ക് താ, എന്നൊന്ന് വെറുതെ വിട് എന്നൊക്കെ പറയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ? ഗിവ് മീ എ ബ്രേക്ക്, ഗിവ് മീ എ ബ്രേക്ക്. ഓക്കെ, ഗിവ് മീ എ ബ്രേക്ക്. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. പലപ്പോഴും നമ്മൾ പറയൂലേ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലർ ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ എൻ്റെ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാക്ക മലർന്ന് ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഓക്കെ, എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പറയാം? ഐ കാൻ ബിലീവ് ഇറ്റ്. ഓക്കെ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഓക്കെ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. ഓക്കെ, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഐ കനോട്ട് ബിലീവ് ഇറ്റിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ കാൺട്ട് ബിലീവ് ഇറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അവസാനത്തെ 15ാമത്തെ സെന്റൻസിലേക്ക് പോവാണ്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ, വ്യത്യസ്തമായിട്ട്. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഡു സംതിങ് ഡിഫറെന്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഡു സംതിങ് ഡിഫറെന്റ്. ഓക്കെ, എങ്ങനെ പറയാം? ഡു സംതിങ് ഡിഫറെന്റ്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഡു സംതിങ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പലരും എന്നോട് നിരന്തരം ചോദിക്കാറുണ്ട്, സാർ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് 1-on-1 ട്രെയിനിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് രാവിലെ 9:30 തുടങ്ങി രാത്രി 11 മണി വരെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ട്രെയിനറിൻ്റെ അടുത്ത് നിന്ന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഒരു മാസം 20 മുതൽ
20-25 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടാണ് അത് പഠിക്കുക. നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഫോൺ കോളിൽ കൂടി വീഡിയോ കോളുകളിലൊക്കെ സംസാരിച്ച് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അത് നിരന്തരം ഒത്തിരി ആളുകൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ആസ് യൂഷ്വൽ നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.